അടുത്തത് 18-ാമത്തെ വാക്യം. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന മിസ്രയീമ്യർ അറിയും. സ്തോത്രം. മോശെ, നിനക്കറിയാം എന്നെ, പക്ഷെ അവരെന്നെ അറിഞ്ഞിട്ടില്ല. സ്തോത്രം. നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവർ നിന്റെ ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടില്ല, പക്ഷെ അറിയിപ്പിക്കുന്ന ദൈവമാ. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവമാ. ഒരു സാധാരണ ദൈവമല്ല, ഇതൊരു അസാധാരണ ദൈവമാ. അതുകൊണ്ട് ഈ ദൈവത്തോട് കളിക്കുന്നത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് വിട്ടുമാറത്തക്കവണ്ണം, ഭയപ്പെടത്തക്കവണ്ണം ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. 19-ാം വാക്യം. അനന്തരം ഇസ്രായേലരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ല. സ്തോത്രം. അടുക്കാൻ സമ്മതിച്ചില്ല. ആമേൻ. ഞാനിവിടെ നിർത്തുക. താഴോട്ടുള്ളത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുന്നിൽ നടന്ന ദൂതന്മാരല്ല, ദൂതൻ പിന്നിലേക്ക് മാറി. സ്തോത്രം. ദൂതനെ കാണാൻ പറ്റത്തില്ല, ദൂതൻ മാറിയല്ലോ എന്ന് അറിയാൻ പറ്റത്തില്ല, പക്ഷേ മുന്നിലുള്ള മേഘം പിന്നിലേക്ക് മാറി. സ്തോത്രം. ഹല്ലേലൂയ. അത് കാണാൻ പറ്റും. അപ്പോൾ മുന്നിലുള്ള മേഘം പിന്നിലേക്ക് മാറി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ മിസ്രയീം സൈന്യവും ഇസ്രയേലും തമ്മിൽ അടുക്കാതെ വണ്ണം ഈ മേഘം പിന്നിലായിരുന്നു. അവർക്കത് അന്ധകാരമാക്കി കൊടുത്തു. സ്തോത്രം. മനസ്സിലായി? അന്ധകാരമാക്കി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. ഇതാണ് 40 വർഷം മരുഭൂമിയിൽ സംഭവിച്ചത്. ഇതൊരു തുടക്കമായിരുന്നു. മരുഭൂമിയിൽ സംഭവിച്ചു. മരുഭൂമിയിൽ എന്ത് സംഭവിച്ചു? പകല് മേഘം വന്നിട്ട് രാത്രിയാക്കി കൊടുത്തു, രാത്രി പകലാക്കി കൊടുത്തു ഇസ്രായേൽ ജനത്തിന്. അതെന്താ അങ്ങനെ ചെയ്തേ? മരുഭൂമിയല്ലേ. മൃഗങ്ങൾ എപ്പോഴാണ് വേട്ടയ്ക്കിറങ്ങുന്നത്? ഹലോ, മൃഗങ്ങൾ വേട്ടയ്ക്കിറങ്ങുന്ന രാത്രിയിലാണ്. ആ സമയത്ത് ഇസ്രായേലിന് എന്താ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇസ്രായേലിന് രാത്രി, മറ്റവർക്ക് പകല്. സ്തോത്രം. തിരിച്ച അർത്ഥം എന്താണെന്നറിയാമോ? മൃഗം വേട്ടയ്ക്കിറങ്ങിയാലും ഇസ്രായേൽ ജനം പാർക്കുന്നിടം വെളിച്ചമുള്ള സ്ഥലമാണ്. അതിനകത്ത് ഹല്ലേലൂയ വന്യമൃഗങ്ങൾ കയറത്തില്ല. അവിടെ ഇരുട്ടാണെങ്കിൽ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ കയറി ഇസ്രായേൽ ജനത്തിൻ്റെ മൃഗസമ്പത്തിനെ നശിപ്പിക്കും. എന്നാൽ ദൈവം ഒരു കാര്യം ചെയ്തു. അവർക്ക് രാത്രിയായി ഒരു വേട്ടയ്ക്ക് ഇറങ്ങുമ്പോൾ, ഇര തേടി ഇറങ്ങുമ്പോൾ അവർക്ക് ഇസ്രായേലിലെ കൂടാരങ്ങളോട് അടുക്കാൻ പറ്റത്തില്ല. അതിനു ചുറ്റും വെട്ടമാ. ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതാന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. സമയത്തിൻ്റെ രാത്രിയും പകലിനെയും തിരിച്ചു കൊടുത്ത് 40 വർഷക്കാലം കേടുകൂടാതെ 30 ലക്ഷം ജനത്തെ പോറ്റിയ ദൈവമാണെങ്കിൽ എന്നെ നിങ്ങളെ നാം ചിന്തിക്കുന്നതിൽ അപ്പുറത്തായി പോറ്റുവാൻ ഈ ദൈവം മതിയായ ദൈവമല്ലേ?